ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കമ്പനിയുടെയോ ഷോപ്പിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതുപോലൊരു ഈദ് പോസ്റ്റർ, അതായത് പെരുന്നാളിൻ്റെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫയലുകളുടെയും ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്ത് തന്നെയായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം നമ്മുടെ പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് അതിൽ നിന്നും ന്യൂ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പേജിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്റ്റായി കിടക്കുന്നത് പിക്സലാണ് എന്ന് ഉറപ്പുവരുത്തുക. ഞാനിപ്പോൾ പിക്സൽ സെലക്ട് ചെയ്യുന്നു. ശേഷം വിഡ്ത്ത് എന്നെടുത്ത് 1080 എന്ന് കൊടുക്കുന്നു. ശേഷം ഹൈറ്റ് എന്നെടുത്ത് 1080 എന്ന് കൊടുക്കുന്നു. ശേഷം റിസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്ന് കൊടുക്കുന്നു. മറ്റു മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫോട്ടോഷോപ്പിലും സെലക്ട് ആയി കിടക്കുന്നത്. അതല്ലെങ്കിൽ ഇത് സെലക്ട് ആക്കാൻ ശ്രമിക്കുക. ശേഷം ഈ ഒരു ക്രിയേറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് ലഭിക്കുന്നതാണ്. ഈ പേജിനകത്തായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു പോസ്റ്ററാക്കി മാറ്റാനാണ് നമ്മൾ പോകുന്നത്. ശേഷം ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി ഫോൾഡറിൽ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമുക്ക് ഈദ് മുബാറക് ബാക്ക്ഗ്രൗണ്ട്, ഈദ് ബാക്ക്ഗ്രൗണ്ട് അതല്ലെങ്കിൽ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഏത് ബാക്ക്ഗ്രൗണ്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ഫയലിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഫയലുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ഓപ്പൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഏതൊരു ഫോൾഡറിലാണോ ബാക്ക്ഗ്രൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഫോൾഡറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ടാബിലായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ടാബിലായിട്ട് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഫയലും ഉണ്ട്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഈ ഒരു സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ഇതേപോലെ മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് കോപ്പി ആവുന്നതാണ്. ശേഷം നമ്മുടെ ആ ഒരു ഫയലിലേക്ക് തന്നെ വരുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ Ctrl+V എന്ന് പ്രസ് ചെയ്തപ്പോൾ ആ ഇമേജ് ഇവിടെ പേസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പേജിലേക്ക് കറക്റ്റായിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഇതിനെ വലുതാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടേണ്ടതുണ്ട്. ആ ഒരു ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് എന്നതിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ കുറച്ച് ഡോട്ടുകൾ ലഭിക്കുന്നതാണ്. ഈ ഡോട്ടിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇമേജ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. ഈ ഒരു ഭാഗം നമ്മുടെ പോസ്റ്ററിൻ്റെ മുകളിലായിട്ടാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇമേജിൻ്റെ മൂലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറിക്കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ അതിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു റേഷ്യോയിൽ മാത്രമായിരിക്കും നമുക്ക് റൊട്ടേഷൻ ലഭിക്കുക. ഞാനിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. അത് ഏകദേശം ഈ ഒരു രീതിയിലായിട്ട് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഫിക്സ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലെയർ ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. ശേഷം ഈ ഒരു ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. ശേഷം വീണ്ടും നമുക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലോക്ക് ചെയ്യുന്നു.
നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ തന്നെ ലോക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുള്ള ഒരു അറബിക് കാലിഗ്രഫിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അത്തരത്തിലുള്ള അറബിക് കാലിഗ്രഫീസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈദ് മുബാറക്ക് PNG എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ഓപ്പൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അറബിക് 1 എന്ന് പറയുന്ന ആ ഒരു കാലിഗ്രഫി സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ കാലിഗ്രഫി ഓപ്പൺ ആയിരിക്കുകയാണ്. ശേഷം ഇവിടെ നിന്നും സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു ഫയലിലേക്ക് തന്നെ പോകുന്നു. ശേഷം കീബോർഡിൽ Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. നേരത്തെ നമ്മൾ എഡിറ്റ് എന്നതിൽ പോയിക്കൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഷോർട്ട് കീ. ഞാനിപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു കാലിഗ്രഫി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കളർ മാറ്റേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാലിഗ്രഫീസിൻ്റെ കളറൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലെയർ ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെയർ ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഈ ഒരു ബ്ലാങ്ക് ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലെയർ സ്റ്റൈലിനുള്ള കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കളർ ഓവർലേ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും കളർ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെയും ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടിയിരിക്കുകയാണ്. ശേഷം ഞാനിവിടെ ഈദ് മുബാറക്ക് എന്ന ഒരു മലയാളം ടെക്സ്റ്റ് കൂടെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിൻ്റെ PNG ഓൾറെഡി ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഈ ഒരു ഈദ് മുബാറക്ക് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ഈദ് മുബാറക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് മുഴുവൻ സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഫയലിലേക്ക് തന്നെ പോകുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ വലുതായിട്ട് നമുക്കത് കിട്ടിയിരിക്കുകയാണ്. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ശേഷം എങ്ങനെയാണോ നമ്മൾ ഈ ഒരു അറബിക്കിൻ്റെ കളർ മാറ്റിയിട്ടുള്ളത് സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ മലയാളത്തിൻ്റെയും കളർ നമ്മൾ മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ലെയർ ബോക്സിൻ്റെ ഒഴിഞ്ഞ ഭാഗത്ത് വന്നുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ ഒരു കളർ ഓവർലേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ വൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെയും ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈദ് മുബാറക്ക് എന്ന ഒരു വൈറ്റ് ടെക്സ്റ്റും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഓൾറെഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുന്നു. ഇവിടെ നോട്ട് പാഡിൽ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യാൻ പോവാണ്. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് വരുന്നു. ഫോട്ടോഷോപ്പിലേക്ക് വന്നുകൊണ്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡമ്മി ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്. ആ ഒരു ഡമ്മി ടെക്സ്റ്റിന് മുകളിലൂടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് അത് അവിടെ വരുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാലിബ്രി എന്നാണ് സെലക്ട് ചെയ്യുന്നത്. കാലിബ്രി റെഗുലർ എന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് റെഗുലർ എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിൻ്റെ സൈസ് 80 എന്ന് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 80 എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ കളർ ഏകദേശം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് യോജിച്ച കളർ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് യോജിച്ച കളർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മൗസ് ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്കിവിടെ സെലക്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു കളർ നമ്മുടെ ടെക്സ്റ്റിനും കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ അവിടെ സെറ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഒരു കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് മുകളിൽ സെലക്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ശേഷം ഞാൻ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ 2 ലൈനാക്കി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ 2 ലൈനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കീപ്പ് എന്നതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കത് 2 ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ശേഷം മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു സെൻറ്ററിലേക്ക് മാറ്റി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇതിനിടയിലുള്ള ഗ്യാപ്പ് ഒരുപാട് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഇതേപോലെ മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിനിടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. അതായത് ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ബോക്സ് ലഭിക്കുന്നതാണ്. ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഐക്കൺ നേരെയായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ 9 എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനിടയിലുള്ള ഗ്യാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു കളർ ബോക്സിൽ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും കൂടെ ലൈറ്റ് ആക്കാൻ പോവുകയാണ്. ഡാർക്ക് ആയതുകൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഏകദേശം ഈ രീതിയിൽ അതൊന്ന് ലൈറ്റ് ആക്കി കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഫൈനലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇമേജിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ താഴെ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷേപ്പ് ടൂൾ ലഭിക്കുന്നതാണ്. ആ ഒരു ഷേപ്പ് ടൂളിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ മുകളിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്റ്റായി കിടക്കുന്നത് ഷേപ്പ് ആണ് എന്ന് ഉറപ്പുവരുത്താം. ശേഷം അതിന് നേരെയായിട്ട് ഫില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ശേഷം ഈ ഒരു ഭാഗത്തും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ സ്ട്രോക്ക് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആദ്യം കാണുന്ന നണ്ണ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഒരു ബോക്സ് ഇവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബോക്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് കിട്ടിയിരിക്കുകയാണ്. ശേഷം മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ശേഷം അതിനകത്തായിട്ട് ഒരു ലോഗോയും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ലോഗോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ഓപ്പൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിൽ നിന്നും ലോഗോ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ എന്ന് പ്രസ് എടുത്തു കഴിഞ്ഞാൽ ലോഗോ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കാര്യമായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് വന്നുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആ ഒരു ലോഗോ കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം ഇവിടെ നമ്മുടെ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ അഡ്വാൻസ്ഡ് ആർട്ട് ആൻഡ് ഡിസൈൻ മലപ്പുറം കേരള എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടൈപ്പ് ടൂൾ എടുത്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ലെയർ ബോക്സിൽ മേ ദ ബ്ലെസ്സിങ് എന്ന ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ആയി കിടക്കുന്നുണ്ട്. ശേഷം കീബോർഡിൽ Ctrl+J എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലെയർ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ടെക്സ്റ്റിന് മുകളിലായിട്ട് മറ്റൊരു കോപ്പിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ശേഷം ആ ഒരു കോപ്പി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ കോപ്പി എടുത്തുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു കോപ്പി നമ്മുടെ ഷേപ്പിൻ്റെ അടിയിൽ പോയിരിക്കുകയാണ്. അതിന് മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയർ ബോക്സിലേക്ക് പോയിക്കൊണ്ട് ഈ ഒരു ലെയറിന് മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ മുകളിലോട്ട് ഒന്ന് വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷേപ്പിന് മുകളിൽ തന്നെ ആ ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ലൈറ്റ് കളർ ടെക്സ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സൈസും അലൈൻമെൻറ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആക്കി കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കളറും ഒന്ന് മാറ്റി കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇവ നമുക്ക് ഇതേപോലെ ഒരു ടെക്സ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ വെക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ ആ ഒരു ഡീറ്റെയിൽസും കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഒന്നും കൂടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ആദ്യത്തെ ലൈന് ഞാനൊന്ന് ബോൾഡ് ആക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ റെഗുലർ എന്നതിൽ നിന്നും ബോൾഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പോസ്റ്റർ മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോസ്റ്ററിനെ നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ നമ്മൾ ആദ്യം PST ഫയലായിട്ട്, അതായത് ഫോട്ടോഷോപ്പ് ഫയലായിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഷോപ്പ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഫയലാണ്. വർക്ക് ഫയലിലാണ് നമുക്ക് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്നത്. അതായത് വർക്ക് ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഓപ്പൺ ആക്കിക്കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ വർക്ക് ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് സേവ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ വേണ്ടത് ആ ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഇവിടെ താഴെ കാണുന്ന ഫയൽ നെയിം എന്നെടുത്ത് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈദ് പോസ്റ്റർ എന്ന് കൊടുക്കുന്നു. ശേഷം താഴെ കാണുന്ന സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ഓൾറെഡി ഫോട്ടോഷോപ്പ് PST എന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അതല്ലെങ്കിൽ ഇവർ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഈ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഫയലായിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സേവ് എ കോപ്പി എന്നൊരു ഓപ്ഷൻ ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ വേണ്ടത് ആ ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഫയൽ നെയിം എന്നെടുത്ത് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഈദ് പോസ്റ്റർ തന്നെ കൊടുക്കുന്നു. ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും JPEG എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ശേഷം ഇത് നീക്കി കൊടുത്തുകൊണ്ട് മുഴുവനാക്കി വെക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് സേവ് ആവുന്നതാണ്. നമുക്ക് ഏതൊരു ഫോൾഡറിലേക്കാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോൾഡറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ലഭിക്കുന്നതാണ്. ഇവിടെ ഈദ് പോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫയൽ നമുക്ക് കാണാവുന്നതാണ്. ഇവ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈദ് പോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫയൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈദ് പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡൊന്നും അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോസൊക്കെ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.